പ്രിയ സഹോദരങ്ങളെ, ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം ചില കാര്യങ്ങൾ പറയാതിരിക്കാനൊക്കത്തില്ല. ലോകരക്ഷകൻ ക്രിസ്തു എന്ന് പറയുകയും ചെയ്യും. ഈ ക്രിസ്തീയ വർഗത്തിലെ പുരോഹിത വർഗങ്ങൾ ചെയ്യുന്ന കൊള്ളതാഴികളും വിളിച്ചു പറയാനാണ് ഇന്നിപ്പോൾ ഞാൻ വന്നത്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, യാക്കോബ ഓർത്തഡോക്സ് സഭ തമ്മിലുള്ള തർക്കം, അത് അവിടെ ഏതെങ്കിലും ഒരു മെത്താനോ അല്ലെങ്കിൽ പുരോഹിതനോ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പാവം പിടിച്ച ഒരു വിശ്വാസി മരിച്ചാൽ ആ വിശ്വാസി അടക്കണമെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ കട്ടച്ചിറപ്പള്ളിയിൽ ഓർത്തഡോക്സ് സഭയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഏതായിരിക്കും അവരുടെ നിയമമുണ്ട്. രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഓർത്തഡോക്സ് സഭയിലെ വികാരി തന്നെ എല്ലാ ശുശ്രൂഷകളും ചെയ്തു തരുമെന്ന്. എന്താ അവൻ ചെയ്തെങ്കിലേ മറ്റിടത്തോട്ട് പോകത്തുള്ളൂ? ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതൻ എന്താ വലിയ ഇതുള്ളത്? അവൻ എന്താ പദവിയുള്ളത്? അവനും ഈ യാക്കോബ സഭയിലെ പുരോഹിതനും ഒരുപോലെ ഒരേ സെമിനാറിലാണ് പഠിക്കുന്നത്, ഒരേ പഠിത്തമാണ് പഠിക്കുന്നത്. പിന്നെ നീ ചിലപ്പോൾ ധൂമക്കുറ്റി കളത്തി വീശും, മറ്റിടത്ത് താഴെ കൂടെ വീശുമായിരിക്കും. നിങ്ങൾ കുറച്ച് കൂടുതൽ ഒഴിക്കുമായിരിക്കും. അല്ലാതെ എന്തുവാ, നിങ്ങൾക്ക് കൈയിട്ട് കളിപ്പിക്കാനുള്ള പാവകളാണ് വിശ്വാസികൾ. അവർ മരിച്ചപ്പോലും നിങ്ങൾ വെറുതെ വിടത്തില്ലല്ലോ. എന്തുകൊണ്ട് ഒരു യാക്കോബ സഭയിലെ ഒരു വിശ്വാസി, ഒരു ചെറുപ്പക്കാരൻ പകയെ മരിച്ച് അവൻ്റെ ശവശരീരം അടക്കം ചെയ്യാൻ വരുമ്പോൾ നിന്റെ കുളം പിടിക്കാത്ത 1934 ഭരണഘടന മറ്റിടത്ത് വെച്ച് കൊടുക്കണം. നീയൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇതാണോ ക്രിസ്തു പഠിപ്പിച്ചേക്കുന്നത്? ഒരു വിശ്വാസി മരിച്ചാൽ പോലും അവനെ സമാധാനത്തോടുകൂടി അടക്കാൻ സമ്മതിക്കത്തില്ല. ഓർത്തഡോക്സ് സഭയിലെ അവൻ്റെ മറ്റേത് വെച്ച് വീശിയെങ്കിലേ അവിടെ അടക്കാനൊക്കത്തുള്ളൂ. എന്തൊരു കാലമായത്! ആരോടെ പറയണ്ടേ? കള്ളന് കഞ്ഞുവെച്ച കൊള്ളതാത്ത പുരോഹിത വർഗങ്ങൾ, എല്ലാ പുരോഹിത വർഗവും ഒന്ന് പറ. ഞാൻ വിശ്വാസികളോട് ചോദിക്കാം, നിങ്ങൾ ബൈബിളിൽ എവിടെ ഒരു പുരോഹിതനെ നല്ലവനായി കണ്ടിട്ടും? ഒരാളെ കുറിച്ച് അവിടെ പറയുന്നുള്ളൂ, സക്കറിയ പുരോഹിതൻ. അല്ലാതെ ഒരുത്തരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ശൗൽ നമ്മുടെ ദമസ്കസിന് പോകാനായിട്ട് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറഞ്ഞ നമ്മുടെ രക്തസാക്ഷിയെ കല്ലെറിഞ്ഞ് കൊന്നേച്ച് ചെന്നത് അവിടെ മഹാപുരോഹിതൻ്റെ അടുത്ത് ആ ലെറ്റർ മേടിക്കാൻ. അവൻ ഉടനെ തന്നെ എഴുതി കൊടുത്തു. അല്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാതെ അവനറിയാം. അവൻ്റെ ജീവൻ മതി. അവൻ ലെറ്റർ കൊടുത്തു. എവിടെ? ദമസ്കസിലെ പള്ളികളിൽ ആരാ? അവിടെ പുരോഹിതന്മാരുണ്ട്. അവർക്ക് മനസ്സിലാക്കൂ. നമ്മൾ കാണുന്നുണ്ട്, നല്ല ശബരിയാക്കാരില്ലേ, അവിടെ ഒരു പുരോഹിതനെ കാണുന്നുണ്ട്. ഏത് കുണം പിടിക്കാത്ത പുരോഹിതൻ ഉണ്ട് ഇന്നത്തെ കാലത്താണെങ്കിലും. വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കുന്നവർ, ഏതെങ്കിലും ഗുണം ചെയ്യുന്നവർ. ഞാൻ പറഞ്ഞുതരാമല്ലോ, ഓർത്തഡോക്സ് സഭയിൽ തന്നെ ഞാൻ പറയാം, പിരിവിൻ്റെ ഒടുക്കലത്തെ പിരിവ് തന്നെ ഞാൻ കൊടുക്കുന്നില്ല. ആ കള്ളൻ ക്യാൻസർ മരിച്ച കാതോലിക്ക അവൻ്റെ സമയത്ത്, കോവിഡ് സമയത്ത് അവൻ ഇറക്കിയ ഉത്തരവാ, കാതോലിക്ക ചിലപ്പോൾ പിരിവ് 250 രൂപ കുറയാതെ കൂട്ടുകളെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് വള്ളി വെച്ചാൽ മതി. അന്ന് തന്നെ ഇടവകപ്പള്ളി കൊടുത്തു. ഞാൻ കൊടുക്കത്തില്ല. പിന്നെ ഒരു കാര്യം, എൻ്റെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച കല്ലറ ഇന്ന പള്ളി ചാപ്പലിലുണ്ട്, കുറ്റിപ്പള്ളിയിൽ. അവിടെ ഈ കാരണം പറഞ്ഞ് നിങ്ങൾ എന്നെ അടക്കത്തില്ല എങ്കിൽ അത് ഇപ്പോൾ നേരത്തെ തന്നെ രേഖാമൂലം എന്നെ അറിയിക്കണം. ഞാൻ പരപ്രാവശ്യം നോക്കി അവരൊന്നും തന്നിട്ടില്ല.
പക്ഷേ ഇനി ഞാൻ പോകത്തുമില്ല, കാരണം എനിക്കെൻ്റെ ആവശ്യമില്ല. ഈ ഈ കല്ലറയിൽ പോയി കിടന്നുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നുള്ള തീരുമാനിക്കെടുക്കുമോ? എന്തുകൊണ്ട് ദഹിപ്പിച്ചാൽ പ്രയോജനമില്ല? അതാകുമ്പോൾ ഒരുത്തർക്ക് ശല്യമില്ല. ഒരു പുരോഹിതൻ ധൂമക്കുറ്റി വീശി എല്ലാ വർഷവും കാശ് പോക്കറ്റ് ഇപ്പോഴും കണ്ട പറഞ്ഞുതരാം. പുരോഹിത വർഗത്തിൻ്റെ ഓർത്തസഭയിലെ പുരോഹിത വർഗത്തിൻ്റെ ഇടപാടുകൾ ഓരോന്നോരോന്നോട്ടെ പറയാൻ സമയമില്ല. ഇന്നിപ്പോൾ കട്ടച്ചിറപ്പള്ളിയിൽ ഒരു കുഞ്ഞിൻ്റെ ശവശരീരം. ഇവൻ്റെയൊക്കെ മക്കളായിരുന്നെങ്കിൽ ഇവന്മാരെന്ത് ചെയ്യും? എനിക്കറിയാമോ ചോദിക്കുക. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വന്നോ ഇവർ കേട്ടിട്ടുണ്ടോ? ദൈവം പഠിപ്പിച്ചിട്ടുള്ളത് ഇവർ ഓർക്കുന്നുണ്ടോ? എന്തിനു വേണ്ടി ഈ ഒരു ജീവനറ്റ ശരീരം വെച്ച് നിങ്ങൾ വിലപേശുന്നു? പോലീസ് കുളമ്പിടിക്കാത്ത ഈയിടെ ആ ഉണ്ടക്കണ്ണൻ യൂലിയോസ് പറയുന്നത് കേട്ടു. അന്യ രാജ്യത്ത് നിന്ന് വന്ന ഒരു ആരാണ്ട് പ്രധാനമന്ത്രിയെ കണ്ടു, ഏതാണ്ടൊക്കെ പറഞ്ഞു. പ്രധാനമന്ത്രിയെ കണ്ടാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ നിയമം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ പള്ളികൾ വിട്ടു തരത്തില്ല. പിടിച്ചു വെച്ച് അവിടെ അടയിരുന്നോളീ. അവിടെ വിശ്വാസികൾ വന്നിട്ട് വേണ്ട ഇനിയുള്ള കാലം. നിങ്ങൾ അവിടെ അടയിരിക്കുകയുള്ളൂ, പുരോഹിതന്മാരും മെത്രാന്മാരും. അല്ലാതെ ഇനിയുള്ള കാലം ഇനി അല്പസമയം കൂടെ കഴിഞ്ഞോട്ടെ. നിൻ്റെയൊക്കെ പോക്കറ്റിൽ കാശ് വീഴുന്നോ ഇല്ലൊന്നും ഞാൻ കാണിച്ചു തരാം. നിൻ്റെയൊക്കെ പോക്കറ്റിൽ കാശ് വീഴാത്ത സമയം വരും. ആണ്ടുകുർബാനെന്നും പറഞ്ഞ് നിങ്ങൾ പറയും. ആണ്ടുകുർബാനയൊക്കെ നിൽക്കും ഇനിയിപ്പം. ഈ വിശ്വാസികളാ എല്ലാം പഠിപ്പിക്കുന്നത്. പുരോഹിതം പറയും, അത് പറഞ്ഞാൽ ഒന്നേ അതിൻ്റെ അടുത്ത് ചാടും. ചില അല്പന്മാരുണ്ട്, അവർക്ക് കൈ കാശ് കിട്ടി കഴിയുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞ ഒന്നേ മെത്രാമനെ കൊണ്ട് അടക്കിപ്പിക്കണം. നല്ല കാര്യം. അവൻ വെറുതെ വന്ന് നടക്കുമോ? 60,000-70,000 രൂപ കൊടുത്ത് മെത്രാന് കൊടുത്തിട്ട് ശവം അടക്കിക്കും. അതുകൊണ്ട് നിൻ്റെ അപ്പൻ സ്വർഗത്തിൽ പോകുമോ? നിൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ നന്മ ചെയ്തു തിന്മ ചെയ്തെന്ന് ഒരു റെക്കോർഡ് എങ്ങും ഇല്ലയോ? ഇവിടെ ഭൂമിയില്ല മക്കളെ, അങ്ങുണ്ട്. കമ്പ്യൂട്ടർ ഇന്ന് ആ ലോകത്ത് വന്ന് അവിടെ ലോകം സൃഷ്ടിച്ച സമയത്ത്, മനുഷ്യ സൃഷ്ടിച്ച സമയത്ത് കമ്പ്യൂട്ടർ അവിടെ ഉണ്ട്. അവിടെ ആര് റെക്കോർഡ് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ദൈവം തന്ന ആത്മാവ്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ആരും കാണുന്നില്ല. ആ ആത്മാവ് അതാത് സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇരുട്ടത്താ ചെയ്ത് ആരും കണ്ടില്ല. നല്ലതാ മോനെ, അങ്ങനെ സൂക്ഷിച്ചിരുന്നു. ഏതായാലും ഓട്ടോസഭയിലെ പുരോഹിത വർഗങ്ങളെ, നിങ്ങളുടെയൊക്കെ അവസാനമായിരിക്കുന്നു. ഇനിയും വിശ്വാസികളെ കറവപ്പശുക്കളായിട്ട് കിട്ടത്തില്ല. ആ കാലം കഴിഞ്ഞു പോവുക. ഇപ്പോൾ ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും കൊള്ളാം, നിങ്ങളുടെ ജീവിതത്തിൽ നരകിച്ച് നീയൊക്കെ മരിക്കത്തുള്ളൂ. ഒരു പാവം കുഞ്ഞ് മരിച്ചിടയ്ക്ക് അവനെ അടക്കാൻ നിൻ്റെ മറ്റിടത്തെ അച്ഛൻ വന്നെങ്കിൽ ശുശ്രൂഷ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അത് രേഖാമൂലം ആവശ്യപ്പെടണം. ഓർത്തഡോക്സുകാർ അങ്ങാണ്ടൊന്നും വിലവെക്ക് മേടിച്ചുകൊണ്ട് വന്ന സെക്രട്ടറിയാണോ അത്? ഓട്ടെ, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. ഏതായാലും നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. എനിക്ക് സംശയം, ഈ കൊള്ളരുതാത്ത ഇവനൊക്കെ ക്രിസ്തീയ സഭയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു. ഇതൊക്കെ നടക്കുകയും എത്ര കാലം എന്നുള്ളത് കാണാം.